എന്തിനാണ് ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹിമാലയൻ മൂസ. എൻ്റെ എല്ലാ മച്ചന്മാർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ എക്സ്പൾസർ ആയുസുമായിട്ട് ഞാൻ നേരെ പാരിപ്പള്ളിയിലോട്ട് പോവാണ്. പാരിപ്പള്ളി എന്ന് പറയുമ്പോൾ പലർക്കും അറിയാവുന്നൊരു ഷോപ്പുണ്ട് അവിടെ. നമ്മുടെ സനലിൻ്റെ നെക്സ്റ്റ് ഗിയറിലോട്ടാണ് പോകുന്നത്. നമ്മുടെ ഈ ഒരു റായ്സിൽ ഞാനൊരു യാത്ര പോകാനുള്ളൊരു പ്ലാനിലാണ്. യാത്ര എങ്ങോട്ടായിരിക്കും? എല്ലാ വർഷവും പോകുന്ന പോലെ തന്നെ ഇത്തവണ നമ്മളൊരു ഓൾ ഇന്ത്യ അല്ലെങ്കിൽ ലേ ലഡാക്ക് റൈഡ് പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇത്തവണ ചൂസ് ചെയ്തത്, അല്ലെങ്കിൽ ഇത്തവണ കൊണ്ടുപോകാൻ നോക്കുന്നത് നമ്മുടെ എക്സ്പൾസിനെയാണ്, നമ്മുടെ റായ്സിനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ 1-2 വർക്കൊക്കെ ചെയ്യാനുണ്ട്. ഈ ഒരു വണ്ടി ഈ ഒരു കണ്ടീഷനിൽ തന്നെയായിരിക്കും ഞാൻ കൊണ്ടുപോകുന്നത്. ലഗേജ് സെറ്റപ്പിനൊന്നും വേറെ യാതൊരുവിധ മാറ്റങ്ങളും വരുത്താതെ വണ്ടി ഇപ്പോൾ എങ്ങനെയാണോ ഈ ഒരു സെറ്റപ്പിലായിരിക്കും പോകുന്നത് കേട്ടോ. ഇത്തവണ നേരെ നെക്സ്റ്റ് ഗിയറിലോട്ട് പോയിട്ട് നമ്മുടെ ബൈക്കിലൊരു ഫോഗ് ലൈറ്റ് സെറ്റ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ റിയർ ബ്രേക്കിന് ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മുടെ കാലിബറിൻ്റെ ആ ഒരു പിന്ന് റിമൂവ് ആനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് റിമൂവ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കണം. എനിക്ക് ഒന്ന് അവസാനം ലേറ്റി കൊടുത്ത് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുഞ്ഞു കുഞ്ഞു വർക്കുകളായിരിക്കും. നേരെ സനലിൻ്റെ ഷോപ്പിലോട്ട് പോയിട്ട് അതൊക്കെ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനലിലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശം എല്ലാം കമൻറ്റായിട്ട് അറിയിക്കാൻ വെച്ചാൽ മതി. ഇന്നൊരു 30 കിലോമീറ്റർ ഉണ്ട് സനലിൻ്റെ ഷോപ്പിലേക്ക്. അപ്പം നമ്മൾ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് ഒരു ഷോപ്പിലൊക്കെ പോയി നമ്മുടെ ബൈക്കിൽ ഒരു അക്സറീസ് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരു സാധനമൊക്കെ ചൂസ് ചെയ്യുമ്പം ആൾക്കാർ ചോദിക്കും, ഇതിൻ്റെ ആവശ്യം വല്ലതും ഉണ്ടോ, നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള കടയിൽ നിന്ന് തന്നെ വാങ്ങി സെറ്റ് ചെയ്താൽ പോരെ എന്നൊക്കെ ചോദിക്കും. പക്ഷേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, നമ്മൾ എന്ത് ചെയ്താലും അതിനൊരു തൃപ്തി, അത് ക്ലിയർ ആണെന്ന് തോന്നുന്ന ഒരു കാര്യം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ദൂരമൊക്കെ യാത്ര ചെയ്ത് നമ്മൾ ഓരോ ഷോപ്പിലും പോകുന്നത്. ഞാനിപ്പോൾ സനലിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുകൊണ്ട് കുറച്ച് പഴയ ഓർമ്മകളും കൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം കേട്ടോ. ഞാൻ സനലിനെ ആദ്യമായിട്ട് കാണാൻ പോകുന്നതും ഈ ഒരു വഴി കൂടെയാണ്. ഞാൻ സനലിൻ്റെ വീഡിയോസൊക്കെ കണ്ടു തുടങ്ങിയത് ക്വാറൻറ്റൈൻ സമയത്ത്. ഞാനിപ്പോൾ ദുബായിൽ നിന്ന് വന്ന് ഏകദേശം 2 മാസത്തോളം ക്വാറൻറ്റൈൻ ഇരുന്നപ്പോഴാണ് സനലിൻ്റെ എല്ലാ വീഡിയോസും ഞാൻ യൂട്യൂബിലിരുന്ന് ഒറ്റ സ്ട്രെച്ചിന് കണ്ടു തീർത്തത്. അങ്ങനെ ആ ഒരു വീഡിയോ കണ്ട് അപ്പോൾ തന്നെ ഞാൻ അവൻ്റെ ഫാനായി. എങ്ങനെയെങ്കിലും ഇവനായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യണം, എങ്ങനെയെങ്കിലും ഒന്ന് സംസാരിക്കണമെന്നും പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ തുരുതുരാന്ന് മെസ്സേജ് അയച്ചിട്ടാണ് എനിക്ക് സനലിൻ്റെ കോൺടാക്ട് നമ്പർ ആദ്യമായിട്ട് കിട്ടുന്നത്. ശേഷം ഞാൻ സനലും കൂടെ ഒരു ഓൾ കേരള റൈഡൊക്കെ പോയി. അങ്ങനെ ആ റൈഡിൻ്റെ പോയിട്ട് വന്ന് ഒരുപാട് കോൺടാക്റ്റ് എനിക്ക് കിട്ടി. ഒരുപാട് പേര് എന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങി. ഒരുപാട് പേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അന്ന് സനലിൻ്റെ കൂടെ പോയ ബ്രോ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഒരു സന്തോഷം ഉണ്ടായി. പിന്നെ അതിനുശേഷം നമ്മുടെ രണ്ടുപേരെ ലൈഫ് മാറ്റിമറിക്കുന്ന ഒരു സംഗതിയാണ് ഒരു ധനുഷ്കോടി യാത്ര. നമ്മളൊരു 7 പേര് 4 ബൈക്കിലായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ റൈഡിലാണ് എൻ്റെയും സനലിൻ്റെയൊക്കെ ലൈഫ് അടിമുടി ചേഞ്ച് ആയത് കേട്ടോ. ഇന്ന് ധനുഷ്കോടിയിൽ വെച്ച് സനലിൻ്റെ ബൈക്കിന് എൻജിൻ സീസ് ആവുകയും നമ്മൾ ആ ഒരു ബൈക്ക് നമ്മുടെ ഹിമാലയനിൽ കെട്ടി വലിച്ചുകൊണ്ട് ഏകദേശം ഒരു 440 കിലോമീറ്ററോളം കൊണ്ടുവരികയും ചെയ്തു. ഇൻസിഡൻറ്റിന് ശേഷം സനലിൻ്റെ ഡ്രീം ബൈക്കായ 390 അവന് സ്വന്തമാക്കി. അപ്പോൾ ഗൈസ് അങ്ങനെ പാരിപ്പള്ളി നമ്മുടെ നെക്സ്റ്റ് ഗിയറിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ഗിയർ എത്തിയിരിക്കുകയാണ് കേട്ടോ. സനലിൻ്റെ എക്സ്പൾസ് ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ഓക്കെ, കുറേ നാൾക്ക് ശേഷം വീണ്ടും നെക്സ്റ്റ് ഗിയറിലേക്ക് സെറ്റപ്പ് ചെയ്യണ്ട. സനലകത്തിരിപ്പുണ്ട്. മൈ ഗാഡ്, ലോങ് ടൈം നോ സീ. കൊള്ള, എന്തിനാണ് സോ തന്നെ നീ മാത്രമേ ഉള്ളോ? വന്നില്ലേ? കൊള്ളാം. ഷൂ ഊരണോ? ഒരുപാട് നാളായി. പണി തുടങ്ങിയല്ലേ? അപ്പോൾ ഗൈസ് ഈ ഒരു ലൈറ്റാണ് നമ്മുടെ ബൈക്കിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. മിനി ഫോഗ് ലൈറ്റ് HAGയുടെ ഒറിജിനലാണ്. ഈ ഒരു സാധനം വണ്ടിയിൽ എവിടെ ഫിറ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാവേ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു സ്വിച്ചും കൂടെ സെറ്റ് ചെയ്യാം. സ്വിച്ചൊക്കെ ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ഈ ഒരു GPS മോഡിൽ തന്നെ ഫിക്സ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പം വൃത്തികേടില്ലാതിരിക്കും തോന്നേണ്ട. അപ്പോൾ ലൈറ്റ് സാധാരണ എക്സ്പൾസിൽ എല്ലാവരും ഈ ഒരു പോർഷനിലാണ് വെക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ വെക്കും. നമുക്ക് ഇവിടെ വെച്ച് നോക്കാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ഈ മിറർ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നമ്മുടെ ബൈക്കിൽ വെച്ചിരിക്കുന്ന സ്റ്റോക്ക് മിററാണ്. അത് മാറ്റിയിട്ട് സനലിൻ്റെ വണ്ടിയിലൊക്കെ വെച്ചേക്കുന്ന ഈ ഒരു ഹോണ്ട ഷൈൻ്റെ മിററാണ് കേട്ടോ, ബ്ലാക്ക് കളർ. അപ്പോൾ ഇത് വാങ്ങിക്കാൻ വേണ്ടി നമ്മളിപ്പുറത്തുള്ള സ്ഥലത്തോട്ട് വന്നതാണ്. ഷോപ്പിൽ വന്ന് വാങ്ങിച്ചിട്ട് പോകുന്നുണ്ടാ. അയ്യോ, ഫുള്ള് ഓഫ് റോഡാണ്. കൊള്ളാം. അപ്പോൾ
ഗൈസ് അങ്ങനെ വർക്ക് കഴിഞ്ഞ് വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് പോയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാൻ പോയതാണ്. അപ്പോൾ ലൈറ്റിൻ്റെ പൊസിഷനൊക്കെ ഇനി നൈറ്റ് നോക്കി സെറ്റ് ചെയ്യണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വണ്ടിയുടെ ഫുൾ വർക്കും കഴിഞ്ഞു. ചെറിയൊരു ലൈറ്റ് വയ്ക്കുന്ന ഒരു പരിപാടിയായിരുന്നു. നമ്മൾ വെച്ചത് എജിയുടെ മിനി ഫോഗാണ് കേട്ടോ. അപ്പം അന്ന് വെച്ച സ്ഥലവും പാരിപ്പള്ളിയിലുള്ള നെക്സ്റ്റ് ഗിയറിലാണ്, സനലിൻ്റെ ഷോപ്പിലാണ് കേട്ടോ. ഇവിടെയാണ് ഫോഗ് ലൈറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇൻഡിക്കേറ്ററിൻ്റെ ഈ ഒരു പോർഷനിലാണ് ഡ്യുവൽ ലൈറ്റ് കത്തുന്നത്. എല്ലാം വൈറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ അടിപൊളി. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മുടെ സനലിൻ്റെ നെക്സ്റ്റ് ഗിയറിൽ പോയിട്ട് നമ്മുടെ ബൈക്കിന് കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ നേരത്തെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോൾ വൺ സൈഡ് മാത്രമേ നമുക്ക് മിറർ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു മിറർ മാറ്റി നമ്മൾ ഹോണ്ട ഷൈനിൻ്റെ മിറർ ഒരു ഷോപ്പിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം നമ്മുടെ ബൈക്കിൽ സിംഗിളായിരുന്നു, അപ്പോൾ അത് രണ്ടും മാറ്റി ആ ഒരു മിറർ ആക്കിയിട്ടുണ്ട്. പിന്നെ പ്രോട്ടാപ്പറിൻ്റെ ഹാൻഡിൽ ബാർ ബ്രേസ് ഒരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ സനലിൻ്റെ കടയിൽ നിന്ന് എടുത്തിട്ടതാണ്, ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് നോക്കുന്നതാണ് കേട്ടോ. പിന്നെ മിനി ഫോഗും വെച്ചിട്ടുണ്ട്. അപ്പോൾ മിനി ഫോഗിൻ്റെ പ്രകാശമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സാധനം തന്നെയാണ്. എക്സ്പൾസിലൊക്കെ കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന സാധനം അതാണ്. ഇതിലിപ്പോൾ ഡ്യുവൽ ലൈറ്റ് വരുന്നതാണ്, യെല്ലോയും വൈറ്റൊക്കെ വരുന്നുണ്ട്. നൈറ്റ് ആയിട്ട് അതൊന്ന് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ കുഞ്ഞു വീഡിയോ ആയിരുന്നു. ജസ്റ്റ് അവൻ്റെ കടയിൽ പോയി ആ സാധനം ഒന്ന് സെറ്റ് ചെയ്തു. പിന്നെ കുറേ നാൾക്ക് ശേഷം സനലിനെ കണ്ടതിൻ്റെ ഒരു സന്തോഷം കൊണ്ടുണ്ട് കേട്ടോ. അപ്പോൾ പലർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു നമ്മളിതിൽ ഭയങ്കര അടിയും ബഹളമൊക്കെയാണ്, വലിയ കോൺടാക്റ്റ് ഒന്നും ഇല്ലാന്ന്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും ആക്സറീസൊക്കെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സനലിൻ്റെ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം കയറി ടെക്സ്റ്റ് ചെയ്യാം. എന്നാ പിന്നെ അടിപൊളി. കുറുമ്പൻ്റെ കട്ടുരുമ്പല്ലേ കൈനീട്ടമല്ലേ മാറി മഴയെ കാറ്റടിച്ചു കറ്റാതിനെ മുത്തം വെക്കും മുത്തെറിഞ്ഞു പോവാ പറക്കും മണ്ട കൊച്ചു കണ്ട കുറുമ്പിൻ്റെ കട്ടുരുമ്പല്ലേ കൈനീട്ടമൽ മാറി മഴയെ കാറ്റടിച്ചു കട്ടാതെ മുത്തം വെച്ച് മുത്തെറിഞ്ഞു പോകാതെ